കൊല്ലം കൊട്ടാരക്കരയിൽ ആംബുലൻസും കോഴിലോറിയും കൂട്ടിയിടിച്ച 2 പേർ മരിച്ചു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും ഭർത്താവുമാണ് മരിച്ചത്. അടൂർ ഏഴംകുളം സ്വദേശികളായ തമ്പി, ഭാര്യ ശ്യാമള എന്നിവരാണ് മരിച്ചത്. ലിജോ റോളൻസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ലിജോ, എപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്? വിശദാംശങ്ങൾ. ജീന, രാത്രി 11:30യോടുകൂടി അപകടം നടന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. MC റോഡിൽ കൊട്ടാരക്കര സദാനന്ദപുരത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായിരുന്നത്. ഈ 9 പേർ, ഈ അപകടത്തിൽ 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും ഒപ്പം തന്നെ ഇയാളുടെ ഭാര്യയാണ് മരിച്ചിരിക്കുന്നത്. ഇവർ അടൂർ ഏഴംകുളം സ്വദേശികളാണ്. തമ്പിക്ക് 65 വയസ്സും ഭാര്യ ശ്യാമളയ്ക്ക് 60 വയസ്സുമാണ് ഉണ്ടായിരുന്നത്. ഇയാളെ, അതായത് തമ്പിയെ അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകും വഴിയായിരുന്നു അപകടമുണ്ടായത്. ഈ കൊട്ടാരക്കര ഭാഗത്തേക്ക് ഈ കോഴിയുമായി എത്തിയ ലോറിയുമായിട്ടായിരുന്നു കൂട്ടിയിടിച്ചത്. ഈ അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ തമ്പിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ചികിത്സയിലിരിക്കെയാണ് ശ്യാമള മരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ഈ പരിക്കേറ്റ 7 പേര് വിവിധ ആശുപത്രികളിൽ അവരിപ്പോൾ ചികിത്സയിലുമുണ്ട്. ഈ അപകട കാരണം എങ്ങനെയാണെന്ന് അതിനെ സംബന്ധിച്ചൊക്കെ ഇനി വിശദമായി പരിശോധന നടത്തേണ്ടിയിരിക്കുന്നുണ്ട്. ഈ പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ലോറി ഡ്രൈവറായിട്ടുള്ള കൊല്ലം കുരിപ്പുഴ സ്വദേശിയായിട്ടുള്ള ജലീൽ, ഒപ്പം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ഈ ലോറിയിൽ ഉണ്ടായിരുന്ന സബലു, ഉബൈദ്, മാലിക് എന്നിവരും, ഈ ആംബുലൻസിലുണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള ഷിൻഡോ, ഒപ്പമുണ്ടായിരുന്ന ലിബിൻ ബാബു, ഈ മരിച്ച തമ്പിയുടെ മകൾ ബിന്ദു എന്നിവരുമാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയും ചിലരുടെ ആരോഗ്യനില ഗുരുതരം എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ഒരു അപകടമായിരുന്നു. ഈ കൂട്ടിയിടിച്ച് ഈ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും ഒപ്പം തന്നെ മുൻവശമൊക്കെ ആകെ തകരുകയും ചെയ്തതിനു ശേഷം വാഹനം വെട്ടിപ്പൊളിച്ചാണ് പലരെയും പുറത്തേക്ക് എടുത്തെന്നുള്ള കാര്യമാണ് ആ പ്രദേശവാസികളിൽ നിന്നും ഒപ്പം തന്നെ പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു. മറ്റൊരു വാഹനത്തെ, ആംബുലൻസ് എതിരെ വന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന സമയത്ത് ആണ് ഇത്തരത്തിലൊരു കൂട്ടിയിടി ഉണ്ടായെന്നുള്ളതാണ് നാട്ടുകാരിൽ ചിലരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒരാൾ ആശുപത്രിയിൽ വെച്ചുമാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ മറ്റുള്ളവരുടെ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയിൽ ചിലരുടെ ആരോഗ്യനില ഗുരുതരം എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീന. ശരി, ലിജോ റോളൻസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലം കൊട്ടാരക്കരയിലാണ് ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചത്. 7 പേർ ചികിത്സയിൽ കഴിയുകയാണ്. ചിലരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.